ഒരിടത്തൊരിടത്ത് മനോഹരമായൊരു കാട്ടിൽ തുടുത്തു വെളുത്ത ഒരു മുയൽക്കുട്ടി ജീവിച്ചിരുന്നു. അവന്റെ പേര് കുട്ടു എന്നായിരുന്നു. ഹായ്, നല്ല രുചിയുള്ള ക്യാരറ്റ്. കുട്ടുവിന് ആ കാട് വളരെ ഇഷ്ടമായിരുന്നു. അവൻ ദിവസവും കാട്ടിലൂടെ നടക്കുമായിരുന്നു. അപ്പോഴാണ് ഒരു മാൻ വളരെ വേഗത്തിൽ ആ വഴിയെ ഓടി വന്നത്. അവന് തന്റെ സൗന്ദര്യത്തിലും വേഗതയിലും വലിയ അഹങ്കാരമായിരുന്നു. നിന്നെ കണ്ടോ, ഒരു പഞ്ഞിപ്പന്ത് പോലെ. നിനക്ക് എന്നെപ്പോലെ വേഗത്തിൽ ഓടാൻ കഴിയില്ല. നിന്നെക്കൊണ്ട് കാട്ടിൽ എന്ത് പ്രയോജനമാണുള്ളത്? സുഹൃത്തെ, വേഗത്തിൽ ഓടുന്നത് നിന്റെ കഴിവാണ്. എന്നാൽ എനിക്കും എന്റേതായ കഴിവുകളുണ്ട്. കുട്ടു ദേഷ്യപ്പെട്ടില്ല. അവൻ ശാന്തമായി മറുപടി നൽകി. പതുക്കെ നടന്നു നീങ്ങി. അന്ന് വൈകുന്നേരം കാട്ടിലൊരു വേട്ടക്കാരൻ വലിയൊരു വല വിരിച്ചു. നിലത്തേക്ക് നോക്കാതെ അഹങ്കാരത്തോടെ ഓടി വന്ന മാൻ ആ വലയിൽ കുടുങ്ങി. പെട്ടെന്ന് അവന്റെ കാൽ വലയിലുടക്കി. അയ്യോ, എന്നെ ആരെങ്കിലും രക്ഷിക്കണേ, ഞാനൊരു വലയിൽ കുടുങ്ങി. ദൂരെയായിരുന്ന കുട്ടുമുയൽ ഈ വലിയ അയ്യോ, ശബ്ദം കേട്ടു. അതൊരു വലിയ കരച്ചിലാണല്ലോ. മാൻചേട്ടൻ അപകടത്തിലാണോ? കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് കുട്ടു തന്നാൽ കഴിയുന്നത്ര വേഗത്തിൽ കാട്ടിലൂടെ ഓടി. ഓടിയെത്തിയ കുട്ടു കണ്ടത് അഹങ്കാരിയായ മാൻ വലിയൊരു വലയിൽ കുടുങ്ങിക്കിടക്കുന്നതാണ്. കുട്ടു, എന്നോട് ക്ഷമിക്കൂ. എനിക്ക് വലിയ അബദ്ധം പറ്റി. എന്റെ അഹങ്കാരത്തിന് കിട്ടിയ ശിക്ഷയാണിത്. കുട്ടുവിന് മാനിനോട് ഒരു ദേഷ്യവും ഉണ്ടായിരുന്നില്ല. അവൻ സ്നേഹത്തോടെ മാനിനെ സമാധാനിപ്പിച്ചു. അതൊന്നും സാരമല്ല. നീ ഒട്ടും പേടിക്കണ്ട. ഞാൻ എന്റെ പല്ലുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ വല മുറിച്ചു മാറ്റാം. കുട്ടു തന്റെ കൂർത്ത പല്ലുകൾ ഉപയോഗിച്ച് കട്ടിയുള്ള വല കടിച്ചു മുറിക്കാൻ തുടങ്ങി. അവൻ കഠിനമായി പരിശ്രമിച്ചു. കുറച്ചു സമയത്തെ കഠിനാധ്വാനത്തിനു ശേഷം ആ വലിയ വല മുഴുവനായും മുറിഞ്ഞു. അങ്ങനെ മാൻ സ്വതന്ത്രനായി. വളരെ നന്ദി കുട്ടോ. നിന്നെ കളിയാക്കിയത് എന്റെ വലിയ തെറ്റായിരുന്നു. ഇന്ന് നിന്റെ ഈ ചെറിയ പല്ലുകളാണ് എന്റെ ജീവൻ രക്ഷിച്ചത്. കാട്ടിലെല്ലാവർക്കും അവരവരുടേതായ കഴിവുകളുണ്ട് എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. അങ്ങനെ മാനും കുട്ടുവും നല്ല സുഹൃത്തുക്കളായി മാറി. കൂട്ടുകാരെ, ആരെയും അവരുടെ രൂപം കണ്ട് നമ്മൾ വില കുറച്ച് കാണരുത്. കുഞ്ഞു കഥകളിലെ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ. Please subscribe.